നമസ്കാരം. സ്വന്തമായി ചാവേറാകാൻ പോകുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്ക് നമ്മുടെ സാധാരണ ജീവിതത്തെക്കാളേറെ അവരെ ആകർഷിക്കുന്നത് സ്വർഗത്തിലെ വാസമായിരിക്കും. അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ പരിവർത്തനം ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അയാളിലുണ്ടാവുന്ന ബൗദ്ധിക മാറ്റങ്ങൾ, അയാൾക്ക് ലഭിക്കുന്ന പുറത്തു നിന്നുള്ള ഇൻപുട്ടുകളൊക്കെ വളരെ തീവ്രമായിരിക്കണം. അതുകൊണ്ടാണ് അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത്. സ്വയം മരിക്കുക മാത്രമല്ല, താൻ ചത്താലും 10 പേരെ കൂടി കൊല്ലാമല്ലോ എന്നൊരു ചിന്താധാരയിലേക്ക് പോകുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദികൾ ആയി മാറുന്നത് 1-2 ദിവസങ്ങൾ കൊണ്ടല്ല. അതിന് വർഷങ്ങളുടെ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയും, ചൊല്ലിക്കൊടുക്കൽ. എന്തായാലും ഡൽഹിയിൽ ചെങ്കോട്ടയിലെ കാർ ബോംബ് സ്ഫോടനത്തിൽ ചാവേറായി എത്തിയത് കശ്മീർ സ്വദേശിയായ ഡോക്ടർ ഉമറാണ്. കേവലം 36 വയസ്സ് മാത്രമാണ് ഉമറിനുള്ളത്. പഠനവുമായി ബന്ധപ്പെട്ട് ലൈബ്രറിയിൽ താൻ തിരക്കിലായിരിക്കുമെന്നും അതിനാൽ തന്നെ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുതെന്ന് ഉമർ വെള്ളിയാഴ്ച സ്വന്തം അമ്മയെ ഫോണിൽ വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഉമറിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നെ വീട്ടുകാർ അറിയുന്നത് ഉമർ ചെയ്ത ഈ കൊടും ക്രൂരതയാണ്. നാട്ടുകാരുടെ മുന്നിലൊക്കെ ഉമർ ശാന്ത സ്വഭാവക്കാരനാണ്, ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നല്ല വിലയും നിലയും ഒക്കെയുണ്ട്. പക്ഷേ ഭീകരരുമായി അടുത്ത ബന്ധം ഇയാൾക്കുണ്ടായിരുന്നു. ഇയാളുടെ ഈ ഡോക്ടർ പദവിയും നാട്ടിലെ പാവത്താൻ കളിയും ഒക്കെ കാരണം ഇയാളൊരു തീവ്രവാദിയാണെന്ന് പോലും സ്വന്തക്കാർക്കോ ബന്ധുക്കാർക്കോ ദിവസേന കാണുന്ന നാട്ടുകാർക്കോ പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് വൈറ്റ് കോളർ ടെററിസം വർക്ക് ചെയ്യുന്നത്. ചില സ്ലീപ്പിംഗ് സെല്ലറുകൾക്ക് ഇയാൾ സഹായം നൽകിയതായി സംശയമുണ്ടായിരുന്നു. അത് ജമ്മു കാശ്മീരിൽ നിന്നും ഡോക്ടർ ആബിദ് അറസ്റ്റിലാകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇയാളൊരു സ്ലീപ്പിംഗ് സെല്ലുകൾക്കൊക്കെ ഈ ഡോക്ടർ ഉമർ സഹായം കൊടുത്തു എന്ന സംശയമൊക്കെ വന്നിരുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ നടുക്കിയ ചാവേറായി ഈ ഡോക്ടർ മാറുന്നത്. ജമ്മു കാശ്മീരിലെ പുൽവാമയിലെ കോയിൽ സ്വദേശിയായ ഖാൻ അബി ഭട്ടിൻ്റെയും ഷമീബ ബാനോവിൻ്റെയും മകനായി 1989 ഫെബ്രുവരി 24 ഡോക്ടർ ഉമർ യു നബി ജനിച്ചത്. ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം MD-യും പൂർത്തിയാക്കിയ ശേഷം GMC അനന്ത്നാഗിൽ സീനിയർ റെസിഡൻ്റായി ജോലി ചെയ്തു. പിന്നീട് ഡൽഹിയിലേക്ക് താമസം മാറ്റി. ഫരീദാബാദിലെ അൽ ഫലാഹ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തു. ടെലഗ്രാം പോലെയുള്ള എൻക്രിപ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഡോക്ടർ ഉമറും ഉൾപ്പെട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ജമ്മു കാശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ആദ്യം അറസ്റ്റിലായ ഡോക്ടർ ആദിലിൻ്റെ അടുത്ത അനുയായിയാണ് ഇയാൾ. ഇരുവരും മുൻപ് ആനന്ദ് നഗറിലെ ഒരേ സർക്കാർ ആശുപത്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയം അവിടെ നിന്ന് ഒരു AK-47 കണ്ടെത്തിയിരുന്നു. നവംബർ 6 ശ്രീനഗറിൽ ജെയ്ഷ് ഇ മുഹമ്മദിനെ അനുകൂലിക്കുന്ന പോസ്റ്റർ പതിച്ചതുമായി ബന്ധപ്പെട്ട് സഹാറൻപൂരിലെ ഒരു ആശുപത്രിയിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർ ആദിൽ റാത്തറിൻ്റെ അടുത്ത കൂട്ടാളിയാണ് ഉമർ. ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്നതിന് പിന്നാലെ പുൽവാമയിൽ നിന്നും ഡോക്ടർ ഉമറിൻ്റെ ഉമ്മ ഷമീബ ബാനോവിനെയും സഹോദരന്മാരായ സഹൂർ, ആഷിഖ് നബി എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അടങ്ങിയ ഒരു സംഘത്തെ പിടികൂടിയിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിൽ ആശങ്കയുണ്ടായി ഒളിവിലായിരുന്ന ഡോക്ടർ ഉമർ തന്റെ കൈവശമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയേക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡൽഹി സ്ഫോടനവുമായി ഹരിയാനയിലെ ഫരീദാബാദിൽ പിടിയിലായ ഭീകര സംഘത്തിന് കൃത്യമായ ബന്ധമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസ് തെരഞ്ഞെടുത്ത ഡോക്ടർ ഉമർ മുഹമ്മദ് ചാവേറായി സ്ഫോടനം നടത്തിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടനമുണ്ടായിരുന്ന കാറിൽ ഇയാൾ ഒറ്റയ്ക്കായിരുന്നുവെന്നാണ് വിവരം. പ്രദേശത്ത് നിന്ന് കണ്ടെടുത്ത മൃതദേഹം ഉമറിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒക്ടോബർ 19 ജമ്മു കാശ്മീരിലെ നൌഗാമിൽ സുരക്ഷാ സേനകളെ ഭീഷണിപ്പെടുത്തുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ പേരുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലായി ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ വൻ സ്ഫോടക ശേഖരം കണ്ടെടുക്കുകയും ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ നിരവധി ആളുകൾ പിടിയിലാവുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ കൂട്ടുകെട്ടിൽ നിന്നും, അവരുടെ ചെറുപ്പം മുതൽ അവർക്ക് കിട്ടുന്ന ഇൻഡോക്ട്രിനേഷനിൽ നിന്നും, അതുപോലെ തൻ്റെ രാഷ്ട്രത്തിനേക്കാൾ തനിക്ക് സ്നേഹിക്കേണ്ടുന്നത് മറ്റൊരു രാഷ്ട്രത്തിൽ നിന്നും തൻ്റെ രാജ്യത്തെ വെറുക്കുന്ന തീവ്രവാദ സംഘടനകളുടെ ആശയങ്ങളെയാണെന്നുമൊക്കെ ഇവർ ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇഹലോകത്തെ വാസമൊക്കെ മതിയാക്കി ഇനി സ്വർഗത്തിൽ പോയി സുഖിക്കാം, അതുകൊണ്ട് സ്വയം ചാവേറായാൽ അത്രയും മികച്ചൊരു സീറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഡോക്ടർ ഉമർ എന്ന് പറയുന്നത് 1-ാം നമ്പർ തീവ്രവാദിയാണ്. ഈ തീവ്രവാദി കൂട്ടങ്ങൾ നമ്മുടെ നാട്ടിലെമ്പാടുമുണ്ട്. ഇത്തരത്തിലുള്ള തീവ്രവാദികൾ ആക്രമണം നടത്തുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെ എതിർക്കേണ്ടതുണ്ട്.
ആ സമയത്ത് സംഘപരിവാർ ആസൂത്രണം ചെയ്യുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ട്രിക്കാണെന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയല്ല വേണ്ടുന്നത്. മറിച്ച് കൃത്യമായ ബോധവൽക്കരണം, കൃത്യമായ രീതിയിലുള്ള റാഡിക്കൽ ഇസ്ലാമിൻ്റെ ചിന്താധാരയിൽ നിന്നും നമ്മുടെ സമൂഹത്തെ മാറ്റിക്കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ആ ഉത്തരവാദിത്തം എല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള തീവ്ര ചിന്താരീതിയാണെങ്കിലും അത് സമൂഹത്തിനും വ്യക്തിക്കും തന്നെ കുഴപ്പം സൃഷ്ടിക്കുമെന്ന് ഡോക്ടർ ഉമ്മറിൻ്റെ ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.